ഗായ്സ്, ഹോസ്പിറ്റൽ വ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ സുഖവാസങ്ങൾ കഴിഞ്ഞു ഗായ്സ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുവാവെ വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവെ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോവാണ് ഗായ്സ്. അപ്പോൾ ഇത്രയും ദിവസം ഹോസ്പിറ്റൽ ഡേ ആയിരുന്നല്ലേ. ഹോസ്പിറ്റൽ ഡേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, സാരമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഹോസ്പിറ്റൽ ഡേ. ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, ബോറൊന്നും അടിച്ചില്ല. ഞാൻ വിചാരിച്ചു ബോറടിക്കും, ഭയങ്കര ഷോക്കായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ 18-ാം തീയതി വന്നിട്ട് 19-ാം തീയതി പെയിനും കാര്യങ്ങളും ഈവനിങ് ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം ഡെലിവറി കാര്യങ്ങൾ. അപ്പോൾ അത്രയും അങ്ങനെ മുഷിയേണ്ടി വന്നില്ല റൂമിലിരുന്ന്. പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മുടെ വാവ വന്നു. പിന്നെ വാവയുടെ കാര്യങ്ങൾ, പിന്നെ വാവയ്ക്ക് ഫീഡ് ചെയ്യണം, പിന്നെ ഉറക്കം നേരെ കിട്ടായ്മ, അങ്ങനെയൊക്കെ അങ്ങനെ അപ്പോൾ കിട്ടുന്ന സമയമാണല്ലോ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ബോറടിക്കേണ്ട വലിയ ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറടിച്ച് ഷോക്കായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെയായിരുന്നു, ഒരു ഷോക്കടിച്ച് ബോർ ദിവസമായിരുന്നു ഹോസ്പിറ്റലിൽ. പക്ഷെ എനിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി ഇരിക്കുകയാണ് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സും കുഞ്ഞിനെ വന്ന് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ എല്ലാം അവൾ ഓൾറൈറ്റാണ്. അപ്പോൾ എനിക്ക് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തൈറോയ്ഡ് അങ്ങനെ, പിന്നെ മഞ്ഞ, അതൊക്കെ ഉണ്ടാകുന്ന കുറേയൊക്കെ ചെക്കപ്പും കാര്യങ്ങളും. നമ്മുടെ ഹാർട്ടൊക്കെ ചെക്ക് ചെയ്യും, ഹാർട്ടിൻ്റെ കേൾവി എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുവാവ ഓൾ റൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞ് കുഞ്ഞുവാവയെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞുവാവയുടെ ഡോക്ടേഴ്സാണ് വരുന്നത്, എനിക്ക് എൻ്റെ ഡോക്ടർ. അപ്പോൾ എന്നെയും ചെക്കപ്പ്, എനിക്ക് കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഡിസ്ചാർജ്. ഇന്ന് ഡോക്ടർ വീട്ടിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് പോകാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി. ഇന്ന് ഞാൻ ഏതായാലും കുളിക്കുന്നില്ല, എനിക്ക് ജലദോഷത്തിൻ്റെ ചെറിയൊരു കോളുണ്ട്. അതിന് ജസ്റ്റ് മേല് കഴുകിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി ഡിസ്ചാർജിൻ്റെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആവാനുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പേപ്പേഴ്സും കാര്യങ്ങളും എഴുതിയാൽ മാത്രമേ നമ്മളെ വിടുകയുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ എപ്പോൾ വിടുമെന്ന് അറിയില്ല, ഉച്ചയാവോ അതോ വൈകിട്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകിട്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കുറേ നോയ്സും കാര്യങ്ങളൊക്കെ കാണും. ഒന്ന് ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മെട്രോ വരാനുണ്ട്, അവർ പണികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇനി കഴിക്കുന്ന ടൈമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഹോസ്പിറ്റൽ ഡേയിലോ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് 2 ദിവസത്തെ വീഡിയോ കാണിച്ചല്ലോ. അത് തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് കാണിക്കാനില്ല. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ ഈറ്റിംഗ് മൈ ഡേ എന്നൊക്കെ വല്ലതും കൊടുക്കാം, അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും കഴിക്കുന്ന വീഡിയോ. ഇപ്പോൾ അച്ഛനും അമ്മയും പുറത്ത് പോയി ഫുഡ് വാങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് വാങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡാണ് കേട്ടോ വാങ്ങി കഴിക്കുന്നത്. പിന്നെ ഈവനിങ്ങിലും ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ്. ക്യാൻറ്റീൻ ഫുഡൊന്നും കുഴപ്പമില്ല. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ട്രിപ്പ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ട്രിപ്പില്ലെന്ന് വിചാരിക്കുന്നു. ഇഞ്ചക്ഷൻ്റെ ട്രിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയിൻ മാറാനാണെന്ന് തോന്നുന്നു, എനിക്ക് എന്തിൻ്റെ ട്രിപ്പാണെന്നറിയില്ല. അതാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു പറഞ്ഞ് അതും കൂടെ പറഞ്ഞില്ല അല്ലെങ്കിൽ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ലൈവിൽ ജസ്റ്റ് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ എക്സ്പീരിയൻസ് പറയാം. അതൊക്കെ ഞാൻ അടുത്ത് ഓരോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, നേഴ്സ്, പിന്നെ കുറച്ച് ടാബ്ലറ്റൊക്കെ തന്നു കഴിക്കാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഫുഡ് വരിക, കഴിക്കുക, ഫുഡ് അടിക്കുക, പിന്നെ പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ പേവാർഡാണല്ലോ, പിന്നെ ക്യാഷൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യുക, പിന്നെ വീട്ടിൽ പോവുക. ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാനും കുഞ്ഞോവെ ഓക്കെയാണ്, വേറെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, ദൈവം സഹായിച്ചിട്ട്. പിന്നെ വീഡിയോ കഴിക്കുന്ന ഫുഡ് വീഡിയോ കാണാം, അല്ലാതെ വേറെ എന്തുവാ.
ഇത് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. 11 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് വിശപ്പൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ അത് ആപ്പിളിങ്ങനെ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ബട്ടർ ബന്നും കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അങ്ങനെ അച്ഛൻ കട്ട്ലേറ്റും ബട്ടർ ബന്നൊക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് വന്ന് നിന്നിട്ട് അമ്മയെ വിളിച്ചു. അച്ഛനെ കയറ്റി വിടില്ല 11 മണിക്ക്, 12 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്ക് അമ്മ വെളിയിൽ പോയി ബട്ടർ ബന്നും കട്ട്ലേറ്റൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ അതിനു മുമ്പേ അമ്മ ആപ്പിൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഏതായാലും അമ്മ കട്ട് ചെയ്തല്ലേ എന്ന് വിചാരിച്ച് 2 പീസ് ആപ്പിൾ എടുത്ത് ഞാൻ കഴിക്കുകയാണ്. എന്നിട്ട് ബട്ടർ ബന്നും കട്ട്ലേറ്റും കഴിക്കാനുള്ള തീരുമാനമാണ് കേട്ടോ. അങ്ങനെ അമ്മ പിന്നെയും തരാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, എനിക്ക് വേണ്ട, എന്നാൽ ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ നല്ല ചൂട് കിട്ടോ, 2 നല്ല ചൂട് കട്ട്ലേറ്റും. പക്ഷെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയ്ക്ക് വേണ്ടാന്ന് ഞാൻ കുറച്ച് നിർബന്ധിച്ച്, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ബാക്കിയുള്ള ആപ്പിളും കഴിച്ചു, ഞാൻ ബാക്കിയുള്ള കട്ട്ലറ്റും ബട്ടർ ബന്നും കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഇന്ന് വീട്ടിൽ പോവാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡോക്ടേഴ്സ് വരുമ്പേ എടുത്തതാണ്, ഡോക്ടേഴ്സ് വന്ന ശേഷം ഡിസ്ചാർജ് പറഞ്ഞ ശേഷം എടുത്തത്. ഏതായാലും നമ്മൾ ഡിസ്ചാർജ് വൈകിട്ടാവും, ഇപ്പോഴൊന്നും ആവില്ലല്ലോ എന്ന് വിചാരിച്ച് ഏതായാലും കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ്. എന്താണെന്നറിയില്ല, നമ്മൾ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. പക്ഷേ ഈ തവണ എനിക്ക് കുറച്ച് വിശപ്പ് കുറവുണ്ടെന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഋതുവിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര എന്ത് തിന്നാലും വിശപ്പ് മാറില്ലായിരുന്നു, ഭയങ്കര വിശപ്പായിരുന്നു ആ ഒരു 2-3-4 ഡേയ്സൊക്കെ. പക്ഷേ ഇപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പോൾ വലുതായിട്ട് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത് കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതാണോ വിശപ്പില്ലാത്ത, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഇത് സിമ്പിൾ ഗൈസ്. രാവിലെ ഏതായാലും നമ്മളൊരു 6-6:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അതൊക്കെ ദഹിച്ച് എപ്പോഴേ പോവും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഡിസ്ചാർജിൻ്റെ കാര്യം. പിന്നെ അങ്ങനെ റെഡി ആവാണ് കേട്ടോ. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടുകയാണ്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്തോ ഒരു മൂഡില്ല മേക്കപ്പൊക്കെ ചെയ്യാൻ. എന്നാലും മുടിയൊക്കെ കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുവാ, പിന്നെ ഇനി വീട്ടിലോട്ട് പോകണം. ഇനി വീട്ടിൽ കുഞ്ഞുവാവ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി എങ്ങനെ ആവുമെന്ന് അറിയില്ല. കുഞ്ഞുവാവ വീട്ടിൽ പോയാൽ കരയോ എന്ന്. ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കരയും, ഹോസ്പിറ്റലിൽ നിന്നാൽ കരയില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ വിശപ്പിൻ്റെ കാര്യം, നിങ്ങൾക്കും ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിശപ്പുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അതോ എനിക്ക് മാത്രമാണോ ഈ വിശപ്പിൻ്റെ അസുഖമുള്ളതെന്ന് അറിയില്ല. പിന്നെ എന്തുവാ, പിന്നെ ഇനി ചേട്ടൻ വരണം. ഇനി ചേട്ടൻ വന്നിട്ട് വേണം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാൻ. അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 4:30-5 മണിയായിട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ഇന്ന് ചേട്ടന് ജോലിക്ക് പോവണ്ടായിരുന്നു, ഇന്ന് അവധി ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടന് പോവാത്തതുകൊണ്ട് ചേട്ടൻ വന്നായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിസ്ചാർജ് പേപ്പറൊക്കെ എഴുതി വാങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 2 മണി കഴിഞ്ഞാൽ അച്ഛനെ അടിച്ച് പുറത്താക്കും കേട്ടോ. ഇവിടെ ബോയ്സ് അലൗഡ് അല്ല ഗൈസ് 2 മണിക്ക് ശേഷം. അപ്പോൾ ഇതാണ് ക്യാൻറ്റീൻ ഫുഡ്. അവിടെ ഓരോ പാത്രത്തിലോട്ട് നമുക്ക് തരുന്നു. നമ്മൾ പാത്രം കൊണ്ടുവരുമ്പോൾ പാത്രത്തിൽ ഇങ്ങനെ തരും. അതാണ് ചോറുണ്ട്, കിച്ചടി, അച്ചാറ്, അവിയൽ, മോര്, മീൻ, സാമ്പാർ, പരിപ്പ് കറി. അപ്പോൾ ഇന്ന് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. രണ്ടുപേരും കൂടെ. എൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. ഒത്തൊരുമ കണ്ടോ? ഒരുമ്പോൾ മറ്റൊരാൾ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് ഗൈസ്, ചോറിൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ
നമ്മൾ കഴിച്ച ശേഷം നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ട്രിപ്പിട്ട് സൂചി എടുക്കണമല്ലോ, നീഡിൽ, അതെടുക്കാൻ വേണ്ടി നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. പക്ഷെ ഞാൻ ആരുടെയും വീഡിയോസിൽ മുഖം എടുത്തിട്ടില്ല, എൻ്റെ ഡോക്ടേഴ്സിൻ്റെ പോലും എടുത്തിട്ടില്ല. എനിക്ക് പേടിയാണ് കേട്ടോ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ആരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ചോദിച്ചാൽ അവർ സമ്മതിക്കുമായിരിക്കും, എന്നാലും ഒരു ഭയം, ഒരു നാണക്കേട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഈ സൂചി എടുക്കുകയാണ്. ഈ സൂചി എത്ര സൂചി എൻ്റെ കയ്യിൽ അടിച്ച് കയറിയെന്ന് അറിയാമോ? അത് സൂചി നീഡിലിടും, ഒരു 2, 3, 4, 5 ട്രിപ്പ് ആകുമ്പോഴത്തേക്കും അവിടെ വേദന വരും. അങ്ങനെ കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും കുത്തായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞു വാവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോകാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞു വാവയെ നമ്മൾ പുതപ്പിക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ കുഞ്ഞു വാവ ഇനി നമ്മുടെ ന്യൂ ഹോമിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ കുഞ്ഞു വാവ നല്ല ഉറക്കമാണ്. അവ ഒന്നും അറിയുന്നില്ല, എന്തോ ഉറക്കമാണ് ഇത്. പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും ചേട്ടന് വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ഡിസ്ചാർജും കാര്യങ്ങളായപ്പോൾ നമ്മൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് നമ്മുടെ പേ വാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചേട്ടൻ പുറത്ത് വന്നായിരുന്നു. പിന്നെ ഇവിടെയുള്ള നേഴ്സുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലായിടത്തും കമ്പനിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇനി മിസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പേ വാർഡിലെ റൂമൊക്കെ പൂട്ടി അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ പുറത്ത് വന്ന് നിന്നിട്ടുണ്ട്, പേ വാർഡിൻ്റെ പുറത്ത്. അപ്പോൾ ഇനി കാറിൽ സാധനങ്ങളും നമ്മുടെ എല്ലാം കയറ്റണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുഞ്ഞു വാവ അമ്മയും കൂടെ കാറിൽ കയറുന്നുണ്ട്. ചേട്ടനും അച്ഛനും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോവുക. ഇനി നമുക്ക് വരേണ്ടത് കുഞ്ഞു വാവയുടെ 45, അത് ആകുമ്പോൾ ഒരു BCG ഉണ്ട്. അപ്പോൾ ഇനി അത് എടുക്കാൻ വേണ്ടി വരണം. അതാണ് ഇനിയുള്ള ഹോസ്പിറ്റൽ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പോവുക. അപ്പം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുക. അപ്പോൾ അച്ഛൻ നമ്മളെ കൂടെ അല്ല വരുന്നത്, അച്ഛൻ ആക്റ്റീവയിലാണ് വരുന്നത്. പിന്നെ അച്ഛൻ്റെ മെയിൻ കമ്പനിയാണ് ഈ വാച്ച്മാൻ. ഇവിടെ വന്ന് വാച്ച്മാൻ്റെ അടുത്ത് ഈ അച്ഛൻ വന്ന് പുറത്തിരുന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര കമ്പനിയാട്ടോ, പാവം വാച്ച്മാനാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ കയറ്റി വിടും, പാവം ആൾ. പക്ഷെ ചില വാച്ച്മാൻ അങ്ങനെയല്ല. ചില വാച്ച്മാൻ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കും കേട്ടോ, ഒട്ടും കയറ്റി വിടില്ല. രാവിലെ ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒട്ടും കയറ്റി വിടൂല. അങ്ങനത്തെയൊക്കെ ചില വാച്ച്മാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ വാച്ച്മാൻ സൂപ്പർ വാച്ച്മാനാണ്. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വീടിൻ്റെ ആ ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഏരിയയൊക്കെ അറിയായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ വീടെത്താറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എത്തിയപ്പോൾ ഒരു പവർ വന്ന പോലെ, ഇത്രയും ദിവസം ഹോസ്പിറ്റലായിട്ട് പുറം ലോകം കാണൂലേ, അതുപോലെയായിരുന്നു ഒരു ഫീലിംഗ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയെ കണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞുവാവ വെൽക്കം ചെയ്യാം നമുക്ക്. ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ചുമ്മാ അറിയാം. വെൽക്കം എന്ന് വെച്ചാൽ കുഞ്ഞുവാവ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വരുവാണല്ലോ. അപ്പോൾ ചേട്ടൻ ഗൈസ്, നമ്മളങ്ങനെ വീടെത്തി ഗൈസ്. വാ നിങ്ങൾ കൊച്ചിനെ കൊണ്ട്. ഒരു ചെറിയ മുഖളവോ ജൂലി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, ഭയങ്കര കുരയ്ക്കലായിരുന്നു. ഇതാ ഇപ്പോഴും ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോൾ അവൻ കിടന്ന് കുരയ്ക്കുന്നത്. ഈ ജൂലി ചെറുതായിട്ട് ആരെങ്കിലും കണ്ടാൽ മതി കേട്ടോ, ഭയങ്കര കുരയായിരിക്കും. അങ്ങനെ കുരയ്ക്കുക നമ്മളെ കണ്ടിട്ട്, ചാടി കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ എല്ലാ സാധനങ്ങളും പറക്കിക്കൊണ്ട് വെക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് പോവുക. കുഞ്ഞിനെ ഇനി കിടത്തണമല്ലോ. അപ്പോൾ കുഞ്ഞിനെ കിടത്താൻ വേണ്ടി അമ്മ കിടത്തിയിട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി ഗായ്സ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോകൾ അടുത്ത് കാണാം.